നഴ്സിംഗ് അല്ലാതെ മറ്റേതൊക്കെ പ്രോഗ്രാമുകളാണ് സാർ ഹൗസ് ബിൽഡിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ പറ്റി കേൾക്കുമ്പോൾ പൊതുവെ നമ്മൾ നേഴ്സിംഗ് പഠനം എന്നാണ് നമ്മൾ പൊതുവെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ 300-ലധികം ട്രേഡുകളിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുണ്ട്. എല്ലാ ട്രേഡുകളിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമില്ല. കുറേ പ്രോഗ്രാമുകൾ ജർമ്മൻകാർ കൂടുതലായി ഓപ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. കുറേ പ്രോഗ്രാമുകൾ യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നതുണ്ട്. കുറേ പ്രോഗ്രാമുകൾക്ക് വളരെയധികം സീറ്റുകളില്ലാത്ത പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് പൊതുവെ ഇപ്പോൾ പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് തീർച്ചയായും നേഴ്സിംഗ് ഒന്നാമത്തെ ഒരു പ്രോഗ്രാമാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഹോട്ടൽ മാനേജ്മെൻറ്റിലെ തന്നെ ഫ്രണ്ട് ഓഫീസ്, അതേപോലെ തന്നെ ഷെഫ്, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളുണ്ട്. ഫുഡ് ടെക്നോളജി ഒരു പ്രോഗ്രാമാണ്. ലോജിസ്റ്റിക്സ് മറ്റൊരു പ്രോഗ്രാമാണ്. മെക്കട്രോണിക്സ്, IT മുതലായ ഇതൊക്കെ പോപ്പുലറായിട്ട് ഇന്ന് നമുക്ക് പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ്. അതേസമയം ഓരോ വർഷവും പുതിയ പുതിയ പ്രോഗ്രാമുകൾ എമേർജ് ചെയ്ത് വരുന്നുമുണ്ട്. ഇപ്പം റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ മെക്കട്രോണിക്സിൽ തന്നെ പല വിഭാഗങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ടി സാധിക്കും.